അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ പേര് ഷേരി എന്നാണ്. ഇത് നല്ലപോലെ വൃത്തിയാക്കി നല്ലപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ വരച്ചെടുത്ത് മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ നല്ലപോലെ തേച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കിത് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മീൻ ഓരോന്നായി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടാൻ ഏകദേശം 6 മിനിറ്റെങ്കിലും എടുക്കും. മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ സമയം മാറാം. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് ഇതിൻ്റെ മോൾ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ഇടുന്നത് എന്തിനാ, ഈ കറിവേപ്പിലയുടെ ഈ ഫ്ലേവർ ഈ മീനിൽ പിടിക്കാനാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.